ഖുർആനിക സ്രോതസ്സുകളെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ഈയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആശയം ഒറ്റനോട്ടത്തിൽ വളരെ പരിചിതമാണ്: റബ്ബ്. നമ്മളിൽ പലരും നാഥൻ അല്ലെങ്കിൽ രക്ഷിതാവ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ ശക്തനായ ഒരു അധികാരിയെപ്പോലെയൊക്കെ ആവും സങ്കല്പിക്കുന്നത്. അതെ, ആ ഒരു ധാരണയാണ് പൊതുവേ ഉള്ളത്. പക്ഷെ നിങ്ങളുടെ കുറിപ്പുകൾ പറയുന്നത് ആ ചിത്രം പൂർണ്ണമല്ല. ഒരുപക്ഷെ കുറച്ച് ഒരു തണുപ്പൻ ചിത്രമാണെന്നാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ പഴയ ചിത്രമൊന്ന് മാറ്റിവരച്ച് ഒരു തോട്ടക്കാരൻ്റെയും സ്നേഹമുള്ള ഒരു വളർത്തുമൃഗത്തിൻ്റെ ഉടമയുടെയും കണ്ണിലൂടെ ഈ ആശയത്തെ ഒന്ന് കണ്ടുനോക്കിയാലോ? വളരെ നല്ലൊരു തുടക്കമാണത്. കാരണം നിങ്ങൾ പറഞ്ഞ ആ ഒരു അധികാരി എന്ന ചിത്രം, അത് ശരിയാണെങ്കിൽ പോലും അതൊരു ഭാഗം മാത്രമാണ്. അതിലെ ഒരു കരുതലും പരിപോഷണവും അത് പലപ്പോഴും നമ്മൾ കാണാതെ പോകും. അവിടെയാണ് ഈ ഉപമകൾക്കൊരു പ്രസക്തി വരുന്നത്. നമുക്ക് ആദ്യത്തെ ഉപമ തന്നെ എടുക്കാം, ഒരു ചെടിയെ പരിപാലിക്കുന്നത്. ശരി, ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നമ്മളൊരു വിത്ത് നടുന്നു. വെറുതെ നട്ടിട്ട് പോവുകയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും. അതിന് വെള്ളമൊഴിക്കുന്നു, നല്ല മണ്ണാണോ എന്ന് ഉറപ്പുവരുത്തുന്നു, പിന്നെ ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുന്നു. അതെ, കീടങ്ങളിൽ നിന്നും മറ്റ് ദോഷകരമായ കാര്യങ്ങളിൽ നിന്നും അതിനെ സംരക്ഷിക്കുന്നു. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് കൊമ്പുകോതൽ അല്ലെങ്കിൽ പ്രൂണിംഗ്. ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത അതിന്റെ ഊർജം വെറുതെ കളയുന്ന കൊമ്പുകളും ഇലകളുമൊക്കെ നമ്മൾ മുറിച്ചുമാറ്റും. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ അത് ആ ചെടിയെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായി തോന്നാം, തീർച്ചയായും. പക്ഷെ ആ തോട്ടക്കാരൻ അറിയാം, ഇതതിന്റെ നല്ല വളർച്ചയ്ക്ക്, ഒരു ആരോഗ്യപരമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ തോട്ടക്കാരന്റെ ലക്ഷ്യം ചെടിയെ നിയന്ത്രിക്കുക എന്നല്ല, മറിച്ച് അതിന്റെ ഉള്ളിലുള്ള ഒരു കഴിവിനെ, അതിന്റെ ഒരു പൂർണ്ണതയെ പുറത്തു കൊണ്ടുവരിക എന്നതാണ്, അല്ലേ? കൃത്യമായി. നിങ്ങൾ ഉപയോഗിച്ച ആ വാക്ക് വളരെ പ്രധാനമാണ്. ഉള്ളിലുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവരൽ. കാരണം ആ ചെടി വളരുന്നത് തോന്നിയ പോലെയല്ല. അതിന്റെ വിത്തിൽ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ശരിയാണ്. ഒരു മാവിൻ തൈ നട്ടാൽ അത് പ്ലാവായി മാറില്ലല്ലോ. ഒരിക്കലുമില്ല. അപ്പൊ തോട്ടക്കാരൻ ആ വളർച്ചയെ നിർബന്ധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതെന്തായി തീരാനാണോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആ പൂർണ്ണതയിലെത്താൻ അതിനെ ഘട്ടം ഘട്ടമായി സഹായിക്കുകയാണ്. ഇതാണ് റബ്ബ് എന്ന വാക്കിന്റെ ഒരു കാതലായ അർത്ഥം. ഒരു സൃഷ്ടിയെ അതിന്റെ സാധ്യതകളുടെ പൂർണ്ണതയിലേക്ക് ഘട്ടം ഘട്ടമായി പരിപോഷിപ്പിച്ചെത്തിക്കുന്നവൻ. ഓക്കെ, ചെടിയുടെ കാര്യം വളരെ വ്യക്തമാണ്. കാരണം അതിന് സ്വന്തമായ തെരഞ്ഞെടുപ്പുകളോ ഇഷ്ടങ്ങളോ ഒന്നുമില്ല. അത് നിശ്ചലമാണ്. എന്നാൽ നമ്മൾ മനുഷ്യരങ്ങനെയല്ലല്ലോ. നമുക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമുണ്ട്. ചില സമയങ്ങളിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെപ്പോലും നമ്മൾ എതിർക്കാറുണ്ട്. എനിക്കിത് വേണ്ട, എനിക്കിത് ഇഷ്ടമല്ല എന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ്. അപ്പോ ഈയൊരു വശം കൂടി ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ വളർത്തുമൃഗത്തിന്റെ ഉപമ സഹായിക്കുമോ? തീർച്ചയായും. അവിടെയാണ് ആ രണ്ടാമത്തെ ഉപമയ്ക്ക് കൂടുതൽ ആഴം വരുന്നത്. ഒരു വളർത്തുമൃഗത്തിന്റെ കാര്യത്തിൽ ഈ പരിപാലനം കുറച്ചുകൂടി സങ്കീർണമാണ്. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, സ്നേഹം കൊടുക്കുന്നു, അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതോടൊപ്പം അതിന് പരിശീലനവും നൽകുന്നുണ്ട്. അതെ, പരിശീലനം നൽകുന്നു. ചിലപ്പോഴതിന്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അതിനെ ഒരു മൃഗഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അത് മിക്ക മൃഗങ്ങൾക്കും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരു കുത്തിവെപ്പെടുക്കാൻ കൊണ്ടുപോയാൽ അവ കുതിറിയോടും, ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ പോലും നോക്കും. അതെ, ആ ഒരു നിമിഷത്തിൽ അതിന് നമ്മളൊരു ശത്രുവിനെ പോലെയാണ്. ശരിയാണ്. എന്തുകൊണ്ടെന്നാൽ അതിന് ആ നിമിഷത്തെ വേദനയോ അല്ലെങ്കിൽ ആ ഒരു അസ്വസ്ഥതയോ മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. ദീർഘകാലത്തേക്ക് അത് നൽകുന്ന ഗുണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വലിയൊരു അസുഖത്തിൽ നിന്നാണ് ആ കുത്തിവെപ്പ് അതിനെ രക്ഷിക്കുന്നതെന്നോ ചിന്തിക്കാനുള്ളൊരു കഴിവ് അതിനില്ല. പക്ഷെ നമുക്ക് ആ വലിയ ചിത്രം കാണാൻ പറ്റും. അതെ, അതിനെ പരിപാലിക്കുന്ന നമുക്ക് ആ വലിയ ചിത്രം വ്യക്തമാണ്. നമ്മുടെ ലക്ഷ്യം അതിനെ ദ്രോഹിക്കലല്ല, അതിന്റെ നിലനിൽപ്പും ആരോഗ്യവുമാണ്. ഇതാണ് റബ്ബ് എന്ന ആശയത്തിന്റെ അടുത്തൊരു തലം. സൃഷ്ടിയുടെ പരിമിതമായ കഴിവിനും കാഴ്ചപ്പാടിനും അപ്പുറമുള്ള സമ്പൂർണമായ അറിവോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ. അപ്പോൾ ഈ രണ്ട് ഉപമകളും ഒരുമിച്ച് വയ്ക്കുമ്പോൾ ഒന്ന് പരിപോഷണത്തെയും ആ ഘട്ടം ഘട്ടമായുള്ള വളർച്ചയും കാണിക്കുന്നു. അതെ. രണ്ടാമത്തേത് നമ്മുടെ ഈ പരിമിതമായ കാഴ്ചപ്പാടിന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത, എന്നാൽ ആത്യന്തികമായി നമ്മുടെ നന്മ ലക്ഷ്യം വയ്ക്കുന്ന ഒരു വലിയ പദ്ധതിയെയും അതിന്റെ നടത്തിപ്പിനെയും കാണിക്കുന്നു. ഈ ആശയം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഉത്കണ്ഠകളെ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുമെന്നാണ്. ശരിയാണ്. കാരണം
ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും കാരണം നമുക്ക് മനസ്സിലാകണമെന്നില്ല. എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നൊരു തിരിച്ചറിവ് ഇതിലുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ? 100% ശരിയാണ്. ഇവിടെയാണ് ഇതിന്റെ ഒരു മനഃശാസ്ത്രപരമായ പ്രാധാന്യം വരുന്നത്. ഉദാഹരണത്തിന്, ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം ജോലി നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായും മനസ്സിൽ വരുന്ന ചോദ്യം, എനിക്ക് എന്തുകൊണ്ടിത് സംഭവിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെയാവും. അതൊരു നിരാശയുടെ ചോദ്യമാണ്, ഒരു ഇരവാദത്തിന്റെ ചോദ്യം. അതെ. എന്നാൽ ഈ റബ്ബ് എന്ന കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ആ ചോദ്യം പതുക്കെ എങ്ങനെയായി മാറും? ഈ സാഹചര്യം എന്നെ ഏത് പുതിയ ദിശയിലേക്ക് വളർത്താനാണ് ശ്രമിക്കുന്നത്? ഒരുപക്ഷേ ഇതിലും മികച്ചൊരു കരിയറിലേക്കോ അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാനോ ഉള്ള ഒരുതരം കൊമ്പുകോതലാണോ ഇത്? കൊള്ളാം. ആ ഒരു കാഴ്ചപ്പാടിലെ മാറ്റം അത് വളരെ വലുതാണ്. എന്തുകൊണ്ട് ഞാൻ എന്ന ചോദ്യത്തിൽ നിന്ന് എനിക്ക് വേണ്ടി എന്ത് എന്നൊരു ചോദ്യത്തിലേക്ക് അത് നമ്മളെ മാറ്റുന്നു. അതെ, ഒരു പ്രതിസന്ധിയെ ശിക്ഷയായി കാണുന്നതിന് പകരം വളർച്ചയ്ക്കുള്ള ഒരു ഉപാധിയായി കാണാൻ ഇത് സഹായിക്കും. തീർച്ചയായും. ഇത് നമ്മുടെ ചിന്താരീതിയെ ആ നിസ്സഹായമായ ചോദ്യത്തിൽ നിന്ന് ഇതെങ്ങനെയാണ് എന്നെ വളർത്തുന്നത്, ഇതിലൂടെ ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്നൊരു ക്രിയാത്മകമായ ചോദ്യത്തിലേക്ക് മാറ്റാൻ സഹായിക്കും. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ അകപ്പെടുമ്പോൾ ഇത് ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്നും ഒരു തോട്ടക്കാരൻ തന്റെ ചെടിയെ പരിപാലിക്കുന്നതുപോലെ എന്നെ പരിപാലിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നുമുള്ള ചിന്ത, അത് വലിയ ആശ്വാസവും കരുത്തും നൽകും. ഈ ഉപമകൾ നൽകുന്ന ആശ്വാസവും ഉൾക്കാഴ്ചയുമൊക്കെ വളരെ വലുതാണ്. പക്ഷേ എന്റെ മനസ്സിലൊരു സംശയം വരുന്നുണ്ട്. ചോദിക്കൂ. ഒരു ചെടിയെയോ മൃഗത്തെയോ പോലെ അത്ര നിസ്സഹായരാണോ നമ്മൾ? ഈ താരതമ്യം ഒരു തരത്തിൽ മനുഷ്യന്റെ കഴിവിനെയും തിരഞ്ഞെടുക്കാനുള്ള അവന്റെ സ്വാതന്ത്ര്യത്തെയും ചെറുതാക്കി കാണിക്കുമോ? ഒരുപക്ഷേ ഇവിടെയാവണം ഈ ഉപമകളുടെ പരിമിതികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. കാരണം ഏതൊരു ഉപമയെയും പോലെ ഇവയും ആശയം മനസ്സിലാക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. ഒരു ഉപകരണം മാത്രം. അതെ, യാഥാർത്ഥ്യത്തിന്റെ പൂർണ്ണമായ ചിത്രമല്ല. നിങ്ങളുടെ സ്രോതസ്സുകൾ ആ പരിമിതികളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം തോട്ടക്കാരൻ ചെടിയെ ഉണ്ടാക്കുന്നില്ല എന്നതാണ്. ഓ, ശരിയാണ്. അയാൾ നിലവിലുള്ള വിത്തും മണ്ണും വെള്ളവും സൂര്യപ്രകാശവും അതൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒന്ന് നിലവിലുള്ളതിനെ പരിപാലിക്കുന്നു, മറ്റൊന്ന് ഇല്ലാത്തതിൽ നിന്നുണ്ടാക്കി പരിപാലിക്കുന്നു. അത് രണ്ടും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. തീർച്ചയായും. ഇനി രണ്ടാമത്തെ പരിമിതി, ഓരോ നിമിഷവും ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ താങ്ങി നിർത്തുന്നത് ദൈവമാണ് എന്നതാണ്. ഒരു തോട്ടക്കാരൻ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ ആ ചെടി അവിടെ തന്നെയുണ്ട്. അത് പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ച് സ്വയം നിലനിൽക്കുകയാണ്. ശരിയാണ്. എന്നാൽ ദൈവീകമായ താങ്ങ് ഒരു നിമിഷമില്ലാതായാൽ പ്രപഞ്ചത്തിന് തന്നെ നിലനിൽപ്പില്ല. അതൊരു നിരന്തരവും സമ്പൂർണമായ ഒരു ആശ്രിതത്വമാണ്. തോട്ടക്കാരന്റെ ശ്രദ്ധ മാറിയാൽ ചെടിക്ക് വല്ല അപകടവും പറ്റിയേക്കാം. പക്ഷേ അതിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാവുന്നില്ല. ഇല്ല. ഇനി മൂന്നാമത്തെ പ്രധാന വ്യത്യാസം, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർക്ക് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ്. അതെ. ചെടികൾക്കോ മൃഗങ്ങൾക്കോ അതില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ ഈ ഉപമകളേക്കാൾ എത്രയോ സങ്കീർണമാണ്. നാലാമതായി, ഒരു തോട്ടക്കാരന്റെ അറിവ് ഭാഗികമാണ്. ഒരുപക്ഷേ അയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റി ആ ചെടി നശിച്ചുപോയേക്കാം. സംഭവിക്കാം. അതുപോലെ വളർത്തുമൃഗത്തിന്റെ ഉടമസ്ഥന്റെ തീരുമാനങ്ങളും ചിലപ്പോൾ തെറ്റാകാം. എന്നാൽ ദൈവത്തിന്റെ അറിവും പദ്ധതിയും സമ്പൂർണമാണ്. അതിൽ തെറ്റുപറ്റില്ല. അപ്പോ ഈ ഉപമകൾ റബ്ബ് എന്നതിന്റെ പരിപാലനം, പോഷണം, കരുതൽ തുടങ്ങിയ വശങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ അനന്തമായ കഴിവിനെയും സൃഷ്ടിയിലുള്ള പങ്കിനെയും ആ സമ്പൂർണമായ അറിവിനെയും അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല. ഇല്ല. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ അവന് തുല്യനായി ഒന്നുമില്ല എന്ന് പറയുന്നത്. ഉപമകൾ ഒരു വാതിൽ തുറന്നു തരുന്നു, പക്ഷെ ആ മുറിയുടെ പൂർണ്ണമായ ചിത്രം അത് നൽകുന്നില്ല. ശരി. അപ്പോൾ ഇന്നത്തെ ഒരു ലോകത്തിന്റെ കാഴ്ചപ്പാടില് ഇതിനെങ്ങനെ കാണാം? നമ്മൾ സാധാരണയായിട്ട് ഈ സ്വാതന്ത്ര്യത്തെ ഒരു വലിയ ശക്തിയായിട്ടല്ലേ കാണുന്നത്? അതെ, ഒരു വലിയ ശക്തിയായിട്ട്. ആശ്രിതത്വം എന്ന് പറഞ്ഞാൽ അതൊരു ബലഹീനതയാണ്. ഞാൻ ആരെയും ആശ്രയിക്കുന്നില്ല, ഞാൻ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഈ റബ്ബ് എന്ന ആശയം ആ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്.
റബ്ബ് എന്ന ആശയം ആശ്രിതത്വം എന്ന വാക്കിനെ തന്നെ പുനർനിർവചിക്കുകയാണ് ചെയ്യുന്നത്. ആധുനിക ലോകം പറയുന്ന ആശ്രിതത്വം എന്നത് മറ്റൊരാളുടെയോ ഒരു സിസ്റ്റത്തിന്റെയോ പരിമിതികൾക്ക് കീഴടങ്ങലാണ്. അത് പലപ്പോഴും ഒരു ബലഹീനത തന്നെയാണ്. എന്നാൽ റബ്ബ് എന്ന ആശയപ്രകാരമുള്ള ആശ്രിതത്വം അതല്ല. അത് സമ്പൂർണമായ അറിവും കഴിവുമുള്ള, നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒന്നിന്റെ പരിപാലനത്തിനും വികാസത്തിനും കീഴിലായിരിക്കുക എന്നതാണ്. അപ്പോ അതൊരു ബലഹീനതയല്ല, മറിച്ച് ഏറ്റവും സുരക്ഷിതമായൊരവസ്ഥയാണ്. ഒരു വിദഗ്ധനായ തോട്ടക്കാരന്റെ കയ്യിലുള്ള ചെടിയാണ് ഏറ്റവും നന്നായി വളരുന്നത് എന്ന് പറയുന്നത് പോലെ. അതെ. അപ്പോ യഥാർത്ഥ ചോദ്യം ഞാൻ സ്വതന്ത്രനാണോ ആശ്രിതനാണോ എന്നതല്ല, മറിച്ച് ഞാൻ ആരെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് ആശ്രയിക്കുന്നത് എന്നതാണ്. നമ്മൾ ആരെയും ആശ്രയിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ നമ്മുടെ പരിമിതമായ അറിവിനെ, നമ്മുടെ വികാരങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. ശരിയാണ്. ഈ ആശയം പറയുന്നത് അതിനേക്കാൾ സുരക്ഷിതവും വളർച്ച നൽകുന്നതുമായ ഒന്നുണ്ട് എന്നാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് ഈ ദൈവീക പരിപാലന പദ്ധതിയുമായി താദാത്മ്യം പ്രാപിച്ച് വളരുമ്പോഴാണ് ലഭിക്കുന്നത്. നിങ്ങൾ നൽകിയ കുറിപ്പുകളിലെ അവസാനത്തെ ആശയം എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു. ഒരു ചെടിക്ക് വളഞ്ഞു വളരാൻ സ്വയം തീരുമാനിക്കാൻ കഴിയില്ല. അതിന് പ്രകൃതി നിയമങ്ങളെ അനുസരിച്ചേ പറ്റൂ. എന്നാൽ ഒരു മനുഷ്യനതിന് സാധിക്കും. തെറ്റായ ദിശ തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതെങ്ങനെയാണ് ഈ വിഷയത്തെ കൂടുതൽ ആഴമുള്ളതാക്കുന്നത്? ഇത് തന്നെയാണ് മനുഷ്യനെ മറ്റു സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ദൈവിക പരിപാലനത്തെ നിഷ്ക്രിയമായി സ്വീകരിക്കുന്നവരല്ല. നമ്മൾ നമ്മുടെ വികാസത്തിൽ ബോധപൂർവം പങ്കാളികളാകേണ്ടവരാണ്. ഒരു ചെടിക്ക് അതിന്റെ വളർച്ചയുടെ ദിശ മാറ്റാൻ കഴിയില്ല. എന്നാൽ ഒരു മനുഷ്യന് ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളവും വെളിച്ചവും ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം കിട്ടുമ്പോഴും അതിൽ നിന്ന് മുഖം തിരിക്കാൻ പറ്റും. അതെ, അതിൽ നിന്ന് മുഖം തിരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വളരാൻ ശ്രമിക്കാം. അപ്പോ ആ ദൈവിക പരിപാലനത്തോട് പ്രതികരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടേതാണ്. ശരിയാണ്. ഇവിടെയാണ് ഉബൂദിയ അഥവാ ബോധപൂർവമായ വിധേയത്വം എന്ന ആശയം പ്രസക്തമാവുന്നത്. പക്ഷെ ആ വാക്കുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. നമുക്കിതിനെ ഇങ്ങനെ കാണാം. ദൈവിക പരിപാലനമെന്നത് ലക്ഷ്യസ്ഥാനത്തേക്കൊഴുകുന്നൊരു പുഴയാണെന്ന് സങ്കൽപ്പിക്കുക. ഉബൂദിയ എന്നത് ആ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കാതെ അതിനൊപ്പം ചേർന്ന് അതിന്റെ ഊർജം ഉപയോഗിച്ച് ലക്ഷ്യത്തിലേക്ക് അതിവേഗം സഞ്ചരിക്കാനുള്ള നമ്മുടെ ബോധപൂർവമായ തീരുമാനമാണ്. വളരെ നല്ലൊരു ഉപമയാണത്. ഒഴുക്കിനെതിരെ നീന്തുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. അതെ. പക്ഷേ അത് നമ്മളെ തളർത്തുകയും ലക്ഷ്യത്തിൽ നിന്ന് അകറ്റുകയുമാണ് ചെയ്യുന്നത്. തീർച്ചയായും. ഒഴുക്കിനൊപ്പം ചേരുന്നത് ഒരു കീഴടങ്ങലായി തോന്നാമെങ്കിലും അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ, ആ തോട്ടക്കാരൻ എന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് കൊമ്പ് കോതുമ്പോൾ വേദനിച്ചാലും അതിന് സമ്മതിച്ചു കൊടുക്കുന്നതുപോലെ. ആ മൃഗഡോക്ടറിനെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിന്നിലെ വലിയ നന്മ മനസ്സിലാക്കി ഉടമയെ വിശ്വസിച്ച് അനുസരിക്കുന്നതുപോലെ. അതെ, ഇത് അന്ധമായൊരു കീഴടങ്ങലല്ല, മറിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടെയുള്ള ഒരു സഹകരണമാണ്. നമ്മുടെ വളർച്ചയുടെ ഉത്തരവാദിത്വത്തിൽ നമ്മളും പങ്കാളികളാകുന്നു. അപ്പോ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാന കാര്യങ്ങൾ: റബ്ബ് എന്നത് കേവലം ഒരു നാഥൻ എന്ന അധികാര പദവിയല്ല, മറിച്ച് ഒരു വിത്തിനെ അതിന്റെ പൂർണ്ണതയായ മരമാക്കി മാറ്റുന്നതുപോലെ ഓരോ സൃഷ്ടിയെയും അതിന്റെ ലക്ഷ്യത്തിലേക്ക് ഘട്ടം ഘട്ടമായി പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പരിപാലകനാണ്. അതെ, ആ പരിപാലകൻ എന്ന വാക്കാണ് ഏറ്റവും പ്രധാനം. ചെടിയുടെയും വളർത്തുമൃഗത്തിന്റെയും ഉപമകൾ ഈ സങ്കീർണമായ ആശയം മനസ്സിലാക്കാൻ സഹായിക്കുന്ന നല്ല ഉപാധികളാണ്. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിപരമായ കഴിവിനെയും സമ്പൂർണമായ അറിവിനെയും ഉൾക്കൊള്ളാൻ അതിന് പരിമിതികളുണ്ട് എന്നും നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനമായി ആശ്രിതത്വം ഒരു ബലഹീനതയാണെന്ന് നമ്മുടെ ചിന്തയെ ഇത് ചോദ്യം ചെയ്യുന്നു. പകരം സമ്പൂർണനായ ഒരു പരിപാലകന് കീഴിൽ വളരുന്നതാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം ആ വളർച്ചാ പദ്ധതിയിൽ നമ്മൾ വെറും കാഴ്ചക്കാരല്ല, മറിച്ച് ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളിലൂടെ അതിൽ പങ്കാളികളാകേണ്ടവരാണെന്നും ഇത് അടിവരയിടുന്നു. അതെ, ആ ഒഴുക്കിനൊപ്പം നീന്തണോ അതിനെതിരെ നീന്തണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. തീർച്ചയായും. ഈ ദൈവീക പരിപാലനത്തിന് കീഴിൽ നമ്മുടെ വളർച്ചയിൽ
നമ്മൾ ബോധപൂർവം പങ്കാളികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ വളർച്ചയെ പ്രതിരോധിക്കുന്ന ഏതെങ്കിലുമൊരു മേഖലയുണ്ടോ? ഒരു ശിക്ഷയായി നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന, എന്നാൽ ഒരുപക്ഷെ നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കാനും നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാനും വേണ്ടിയുള്ള ഒരു കൊമ്പുകോതലായേക്കാവുന്ന ഒന്ന്.